നമസ്കാരം. കേരള അസ്ട്രോളജി ബ്ലോഗ് എന്ന ഈ ചാനലിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ അജയനാരായണൻ. ഇന്ന് 15/7/2024 തിങ്കളാഴ്ച ദിവസം. കൊലവർഷം 1199, മിഥുനമാസം 31-ാം തീയതി. നക്ഷത്രം ചോതി. ഞാൻ അജയനാരായണൻ. ഇന്നത്തെ വിഷയം ഗുരുമംഗള സംഗമത്തെക്കുറിച്ചാണ്. ഗുരു അസുരഗുരുവായ ശുക്രൻ്റെ ക്ഷേത്രമായ ഇടവത്തിൽ നിൽക്കുകയാണ്. അവിടെ കൂജൻ ചൊവ്വാഗ്രഹം സംഗമം ആയിരിക്കുകയാണ്. ആ ചൊവ്വയും ഗുരുവും നിൽക്കുന്ന ആ അവസ്ഥയെ ഗുരുമംഗള യോഗം, ഗുരുമംഗള സംഗമം എന്ന് പറയാം. ഈ 1.5 മാസം കുറച്ച് നക്ഷത്രക്കാർക്ക് ഗുരുമംഗള ആ സംഗമം കൊണ്ട് നല്ലൊരു ഉയർച്ച ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഈ 27 നക്ഷത്രങ്ങളെ നമുക്ക് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. ആദ്യം അശ്വതി, ഭരണി, കാർത്തിക, കാല് എന്നീ നക്ഷത്രക്കാർക്ക് ഗുരുമംഗളം സംഗമം വന്നിരിക്കുന്നത് 2-ാം ഭാവത്തിലേക്കാണ്. ആ 2-ാം ഭാവത്തിൽ വരുമ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ധനലാഭം, പൂർവികമായ സ്വത്തിൻ്റെ ലാഭം, വിദ്യാലാഭം, ബഹുമുഖ വിദ്യകൾ ഉണ്ടാകും. മനസ്സിന് സമാധാനം, ശാന്തിയും ലഭിക്കും. ധാരാളം ധനലാഭം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. ഒരു പുതിയ സംരംഭങ്ങളെല്ലാം തുറക്കാൻ വളരെയധികം സഹായകമാകും. അതിന് ശ്രമിക്കുക, ഈ സമയം പ്രയോജനപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ പിന്നെ ഉള്ളത് കാർത്തിക, മുക്കാല്, രോഹിണി, മകരത്തിലര. ഈ നക്ഷത്രക്കാർക്ക് ആ രാശിയിൽ തന്നെ ജന്മത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജന്മത്തിൽ വരുമ്പോൾ ഗുരു ജന്മത്തിൽ ഇടവത്തിൽ നിൽക്കുമ്പോൾ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും. എന്ത് കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാലും അതിന് കുറച്ച് തടസ്സം നേരിടും. അത് നല്ല പരിശ്രമം വേണ്ടി വരും. എന്നുവെച്ചാൽ നടക്കൂല എന്നല്ല, നമ്മൾ എന്ത് കാര്യത്തിന് ശ്രമിച്ചാലും കുറച്ചധികം പരിശ്രമിക്കുക. ദൈവത്തിനെല്ലാം വിചാരിച്ച്, മഹാവിഷ്ണുവിനെല്ലാം വിചാരിച്ച്, ഭഗവതീനെയും അതുമാതിരി സുബ്രഹ്മണ്യനെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. എല്ലാറ്റിനും കുറച്ച് ഒരു തടസ്സം നേരിടും എല്ലാ കാര്യത്തിനും. അപ്പോൾ മനസ്സിന് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവുമെങ്കിലും വിചാരിച്ച കാര്യങ്ങളിലേക്കും ഈ കഠിന പ്രയത്നത്തിലൂടെ സാധിച്ച് എടുക്കാൻ സാധിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ മകരത്തിൽ അര, തിരുവാതിര, പുണർദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ച ആൾക്കാർക്ക് 12-ലാണ് ഗുരു 12-ലും കൂജനും 12-ലാണുള്ളത്. അപ്പോൾ കൂടുതൽ സാഹസികമായ ഒരു കാര്യത്തിന് നിൽക്കാത്തതാണ് നല്ലത്. അതുപോലെ ഗുരുവിൻ്റെ അനുഗ്രഹത്തിനായി മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക, ദേവീനെ പ്രാർത്ഥിക്കുക. മഹാകാളീൻ്റെ അമ്പലങ്ങളിലെല്ലാം വലിയ പൂജകളല്ല, അത് മഹാകാളീൻ്റെ സ്വസ്ത്രങ്ങളെല്ലാം ഉരുവിട്ട് മഹാകാളി ക്ഷേത്ര ദർശനമൊക്കെ വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ ഗുരു 12-ൻ്റെ ആ ഒരു തടസ്സങ്ങൾ മിക്കവാറും എല്ലാ കാര്യത്തിലും ഉണ്ടാവും. എന്നാലും ദൈവവിശ്വാസം, മഹാവിഷ്ണുവിൻ്റെ ആ അനുഗ്രഹത്തിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുക. കഠിനമായിട്ട് ഒരു കാര്യം നടക്കുകയാണെങ്കിൽ കഠിനമായിട്ട് പ്രയത്നിക്കേണ്ടി വരും. ദൈവവിശ്വാസത്തോടുകൂടെ മുന്നോട്ട് പോയാൽ അതിനുള്ള ആ തടസ്സങ്ങൾക്കെല്ലാം നല്ലൊരു മാറ്റം വരും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പുണർദത്തിൻ്റെ അവസാന പാദം പൂയം, ആയില്യം. ഈ നക്ഷത്രക്കാർക്ക് 11-ാം ഭാവത്തിലാണ് ഈ ഗുരുമംഗള സംഗമം വന്നിരിക്കുന്നത്. അവർക്ക് വളരെയധികം ലാഭമുണ്ടാകുന്ന ഒരവസ്ഥയാണ്. എന്ത് ഭൂമി ലാഭം, വീട് കിട്ടാനുള്ള ഒരു യോഗം, അതേമാതിരി ബന്ധുക്കളിൽ നിന്നും, സഹോദരന്മാരുടെ പുത്രന്മാരിൽ നിന്നും, എല്ലാവരിൽ നിന്നും നല്ലൊരു സഹായം കിട്ടും. നല്ല ചുറുചുറുക്കും ഉത്സാഹവും ഈ സന്ദർഭത്തിൽ ഉണ്ടാവും. അവർ നല്ല കഠിന പ്രയത്നം ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നോർമലുള്ള ഒരു പ്രയത്നം നടത്തിയാൽ തന്നെ ലാഭസ്ഥാനത്ത് ഉള്ള ഈ ഗുരു മംഗളയോഗം വന്ന ഈ സമയത്ത് വളരെയധികം നല്ലൊരു അനുഭവങ്ങൾ ഇവർക്കുണ്ടാവും. 11-ൽ ലാഭസ്ഥാനത്താണ് ഈ ഗുരുമംഗളം സംഭവിച്ചിരിക്കുന്നത്. ഇനി അടുത്തത് മകം, പൂരം, ഉത്രത്തിൽ കാല്, ഉത്രത്തിൽ അര. ഈ നക്ഷത്രക്കാർക്ക് 10-ലാണ് ഗുരു മംഗള സംഗമം വന്നിരിക്കുന്നത്.
ഇവർക്കും കുറച്ച് കഠിനമായ പ്രയത്നത്തിലൂടെയോ മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് കാര്യത്തിനും ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് പെട്ടെന്ന് ഒരു ജോലി മാറ്റത്തിനൊന്നും ശ്രമിക്കാത്തതാണ് കൂടുതൽ നല്ലത്. ശ്രമിച്ചു കഴിഞ്ഞാൽ അത് ഒരു തടസ്സമായി നിൽക്കും. ഇത് 10ാം ഭാവത്തിൽ ഗുരു നിൽക്കുമ്പോൾ പത്തി താഴ്ത്തി നടത്തേണ്ടി വരും എന്നുള്ള ആ ഒരു ചൊല്ല് അപ്പോൾ അനർത്ഥമാക്കുന്ന തരത്തിലാണ്. അപ്പോൾ വളരെയധികം ഭക്തിയോടുകൂടി മഹാവിഷ്ണുവിൻ്റെ കൃഷ്ണനെ നല്ലോണം ധ്യാനിച്ചുകൊണ്ട് അവതാരമൂർത്തികളായ രാമനെയും കൃഷ്ണനെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക. തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും. പക്ഷെ കുറച്ചധികം കഠിന പ്രയത്നം ചെയ്യേണ്ടി വരും കർമ്മരംഗത്ത് എന്നാണ്. ഭൂമി ലാഭത്തിനും ഭൂമിൻ്റെ കാര്യത്തിനായാലും മറ്റുള്ള ഇടപാടുകളിലായാലും കുറച്ചധികം പ്രയത്നിക്കേണ്ടി വരും. പിന്നെ ഉത്തരത്തിലര, ചിത്തിര, ഉത്തരത്തിൻ്റെ അവസാന പാദം അത്തം, ചിത്തിരയിൽ അര. ഈ നക്ഷത്രക്കാർക്ക് 9ാം ഭാവത്തിലാണ് ഗുരു പൂജ സംഗമം നടക്കുന്നത്. വളരെ നല്ലൊരു അനുഭവങ്ങളാണ്. ഗുരുവിൻ്റെ കാരകത്വം 9ാം ഭാവത്തിനുണ്ട്. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് വളരെ ദൈവാനുഗ്രഹമുള്ള ഒരു കാലമാണ്. കാര്യങ്ങൾ ഭാഗ്യസ്ഥാനത്ത് ഗുരുവിൻ്റെ ദൃഷ്ടിയുള്ളത് കൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നക്ഷത്രക്കാർക്ക് കിട്ടും. മനസ്സമാധാനം, സുഖം, ഭക്തി, തീർത്ഥയാത്രകൾ, പല ക്ഷേത്രങ്ങളും തീർത്ഥാടനമായിട്ട് പോകാനുള്ള യോഗം കാണിക്കുന്നുണ്ട്. അതുമാതിരി എല്ലാ ലാഭത്തിൻ്റെ കാരഗ്രഹത്തിൻ്റെ ദൃഷ്ടിയില്ലോണ്ട് എന്ത് നമ്മൾ തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ട് അതിന് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഈ നക്ഷത്രക്കാർക്ക് ഇത് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു ഗുരു ഒരു വർഷത്തോളം ഈ ഈ സ്ഥാനത്തുണ്ട്. അപ്പോൾ ഗുരുവിൻ്റെ ഗുരുമംഗളത്തോടു കൂടി ഈ ഒന്നര വർഷം കൂജനും ആ സ്ഥാനത്തുള്ളത് കൊണ്ട് ഭൂമി ലാഭം മറ്റുള്ള കാര്യങ്ങൾ അതിനൊക്കെ വളരെ നല്ല ഒരു സമയമാണ്. ശ്രമിക്കുക. മഹാവിഷ്ണുവിനെ ഭഗവതിനെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോയാൽ ഒരുപാട് ലാഭം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ ചിത്തിര, ചോതി, വിശാഖത്തിൽ മുക്കാൽ ഈ നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിലാണ് സംഗമിച്ചിരിക്കുന്നത്. അഷ്ടമ സംഗമം ഗുരുവിൻ്റെ അഷ്ടമ ഭാവം എന്ന് പറയുന്നത് ഒരു ബലം കുറഞ്ഞൊരവസ്ഥയാണ്. വളരെയധികം മഹാവിഷ്ണുവിനെ വളരെയധികം പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുമാതിരി കൂജൻ്റെ ദൃഷ്ടി അഷ്ടമത്തിൽ ഉള്ളത് നല്ലതാണ്. അത് ഭൂമിലാവും ഒരു മാറ്റത്തിന് ശ്രമിച്ചാൽ വളരെയധികം നല്ലതാണ്. കടങ്ങളെല്ലാം തീർക്കാൻ പറ്റുന്ന ഒരു കൂജൻ്റെ ദൃഷ്ടിയോടുകൂടി കടങ്ങൾ അങ്ങനെയുള്ളതെല്ലാം അതിനെല്ലാം ഒരു നിയന്ത്രണം 1.5 മാസം കാലം ഉണ്ടാവും. പിന്നെ പുതിയ മാറ്റങ്ങൾ, പുതിയ ലോണ് സംബന്ധമായിട്ടുള്ള അതൊക്കെ വിജയിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ അഷ്ടമത്തിൽ ഗുരു വന്നത് അത് ഒരു വലിയൊരു തടസ്സം ഉണ്ടാവും. അത് ആ തടസ്സങ്ങൾ നീക്കാൻ മഹാവിഷ്ണു മന്ത്രങ്ങൾ, നരസിംഹ അവതാരത്തെ മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി വിശാഖം, അനിഴം, തൃക്കേട്ട ഈ നക്ഷത്രക്കാർക്ക് 7ലാണ് ഗുരു പൂജ സംഗമം വന്നിരിക്കുന്നത്. ഈ ഗുരുമംഗളത്തിൻ്റെ ഏറ്റവും കൂടുതൽ അനുഭവം ലാഭം കൊയ്യുന്നത് ഈ നക്ഷത്രക്കാരായിരിക്കും. വളരെയധികം ധനവും മറ്റ് ലാഭവും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണ് ഈ 3 നക്ഷത്രക്കാർക്ക്. ഗുരുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ട് എല്ലാ കാര്യത്തിലും ഒരു വർഷത്തേക്ക് വിജയമുണ്ട്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ ശനീൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ശനി കണ്ടകത്തിലാണെങ്കിലും സർവേശ്വകാരകനായ ആ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിൽ ആ തടസ്സങ്ങളെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ 1.5 മാസം കൂജൻ അവിടെ നിൽക്കുന്ന ആ ഒരവസ്ഥയിൽ ഭൂമിലാകുമ്പോൾ വിദേശ ഗമനം അതിനൊക്കെ വളരെയധികം നല്ല വിവാഹത്തിന് പിന്നെ കൂജൻ്റെ ദൃഷ്ടി ഉണ്ടെങ്കിലും ഗുരുവിൻ്റെ ആ ഒരു പവറിൽ കൂജൻ്റെ ആ ചൊവ്വയുടെ ആ ദൃഷ്ടിക്ക് ഭംഗം വരും. അത് കൂജൻ്റെ ക്ഷേത്രം തന്നെയായതുകൊണ്ട് അത് പാപത്തിൽ വരാത്തത് കൊണ്ട് ആ ദൃഷ്ടിക്ക് പ്രശ്നമൊന്നുമില്ല. കൂജൻ്റെ സൃഷ്ടി സ്വന്തം ക്ഷേത്രത്തിലേക്ക് ആയതുകൊണ്ട് വളരെ നല്ലതാണ്. വിവാഹത്തിന്, വിദേശ യാത്രകൾക്കൊക്കെ വളരെ നല്ലതാണ്. സ്വർണ്ണലാഭം, ഭൂമി ലാഭം അതുമാതിരിയൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു സമയമാണിത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം ഇവർക്ക് 6ലാണ് സംഗമിച്ചിരിക്കുന്നത്. ഗുരു മംഗളം സംഭവിച്ചിരിക്കുന്ന 6ാം ഭാവത്തിലാണ്.
6ാം ഭാവത്തിൽ കൂജൻ, ഗുരുവിന് വളരെയധികം വീക്ക്നെസ് ആണ്, വളരെയധികം ബലം കുറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ വ്യാഴപ്പിഴവ് എന്ന് പറയുന്ന ആ ഒരു അനുഭവമാണ് അവിടെ ഉണ്ടാവുക. എങ്കിലും കൂജൻ്റെ ആ ഒരു ഇതിൽ 6ൽ പാപഗ്രഹമായ ആ കൂജൻ, ആ മംഗളഗ്രഹം അവിടെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് അതിനൊരു ഇതുണ്ടെങ്കിലും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കുറച്ച് കുറയുന്ന ഒരു സമയമാണ്. അപ്പോൾ ഭഗവാനെ നല്ലോണം പ്രാർത്ഥിക്കുക. മറ്റുള്ള എല്ലാ കാര്യങ്ങൾക്കും കഠിനമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് വിജയിക്കുള്ളൂ. എന്ത് കാര്യം തുടങ്ങുമ്പോൾ എല്ലാത്തിനും ഒരു തടസ്സം വരുന്നതും എല്ലാത്തിനും ഒരു താമസം വരുമെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ആ നക്ഷത്രക്കാർ, ഈ 3 നക്ഷത്രക്കാർ കുറച്ച് കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കേണ്ടി വരും. ദൈവാനുഗ്രഹം ഉണ്ടാകാൻ വേണ്ടി മഹാവിഷ്ണുവിനെയും ദേവന്മാരെയും സുബ്രഹ്മണ്യനെയൊക്കെ നല്ലോണം പ്രാർത്ഥിക്കുക. ഇനി ഉത്രട്ടാതി, തിരുവോണം, അവിട്ടത്തിലര ഈ നക്ഷത്രക്കാർക്ക് 5ാം ഭാവത്തിലാണ് ഗുരു മംഗള സംഭവിച്ചിരിക്കുന്നത്, ഈ യോഗം സംഭവിച്ചിരിക്കുന്നത്. 5ാം ഭാവത്തിൽക്കാർ ഇപ്പോൾ ചെയ്യുന്ന ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. കൂടുതൽ മാറ്റങ്ങൾക്കൊന്നും ഇപ്പോൾ തൽക്കാലം ശ്രമിക്കാത്തതാണ് കൂടുതൽ നല്ലത്. ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു കുറച്ചൊരു മങ്ങലയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് കഠിനമായിട്ട് തന്നെ പ്രവർത്തിച്ചാൽ മാത്രമേ വിജയങ്ങൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ മഹാവിഷ്ണുവിനെയും കുടുംബദേവതകളെല്ലാം നല്ലോണം പ്രാർത്ഥിച്ച് ആ തടസ്സങ്ങളെ മാറ്റിക്കിട്ടാൻ വേണ്ടി കൂടുതൽ പ്രയത്നിക്കുക. അടുത്തത് അവിട്ടത്തിലര, ചതയം, പൂരുരുട്ടാതിൻ്റെ ആദ്യ പാദം എന്നിവർക്ക് 4ാം ഭാവത്തിലാണ് ഗുരു കൂജ സംഗമം നടന്നിരിക്കുന്നത്. വളരെയധികം നല്ല അനുഭവങ്ങളാണ് കൂജ ഗുരു സംഗമം കൊണ്ട് ഇവർക്ക് ഉണ്ടാവാൻ പോകുന്നത്. ഈ 1.5 മാസം വളരെയധികം പ്രയത്നിക്കേണ്ടി വരും. കാരണം ശനി ജന്മത്തിലാണ്. ഈ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം ഉണ്ട് എങ്കിൽ ശനി ജന്മത്തിലായതുകൊണ്ട് കൂടുതൽ പ്രയത്നം ആവശ്യമാണ്. എല്ലാ കാര്യങ്ങളും തടസ്സങ്ങളിലും മാറിക്കിട്ടും. അപ്പോൾ കൂജൻ്റെ ദൃഷ്ടി പതിയുന്ന 4ാം ഭാവം അത് വളരെയധികം നല്ലതാണ്. കാരണം ഭൂമി ലാഭം, അത് സ്വർണ്ണ ലാഭം, അതുമാതിരിയുള്ള കാര്യങ്ങൾക്ക് വളരെ നല്ലതാണ്. എങ്കിലും ശനി ജന്മത്തിലായതുകൊണ്ട് കൂടുതൽ സൂക്ഷിക്കുക. മഹാവിഷ്ണുവിനെ നരസിംഹമൂർത്തിനെയെല്ലാം പ്രാർത്ഥിച്ചാൽ നല്ലതായിട്ട് വരും. വിജയങ്ങൾ ഉണ്ടാവാൻ കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും. അടുത്തത് പൂരുട്ടാതിൻ്റെ അവസാന ഭാഗം ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് 3ാം സ്ഥാനത്താണ് ഗുരു മംഗളം വന്നിരിക്കുന്നത്. അവർക്കും കൂടുതൽ പ്രയത്നിക്കേണ്ടി വരും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട്. അതേമാതിരി ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം കുറച്ച് ശല്യം, അങ്ങനെ ബാങ്ക് ലോണ് അങ്ങനെയുള്ള അവർക്കൊക്കെ കൂടുതൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ അവർ സൂക്ഷിക്കുക, മഹാവിഷ്ണുവിനെ നല്ലോണം പ്രാർത്ഥിക്കുക. അതുകൂടാണ്ട് ശനി കുംഭരാശിയിലുണ്ട്. അപ്പോൾ 7.5 ശനി തുടക്കം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഒരു വർഷക്കാലം മഹാവിഷ്ണു 3ാം ഭാവത്തിലുണ്ടാവും. ജന്മക്കൂറിൻ്റെ 3ലാണ്. അപ്പോൾ അത് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അപ്പോൾ ഭൂമിലാവോ അങ്ങനെയുള്ള ഇടപാടുകൾ തൽക്കാലം ഒരു 1.5 മാസം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയുള്ള ഈ പുതിയ സംരംഭങ്ങൾക്കൊക്കെ തുടക്കമിടുക. അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ ഒരു വർഷം അടുത്ത ഏപ്രിൽ മാസം കഴിയുന്നത് വരെ മറ്റുള്ള കാര്യങ്ങളിലും ഒരു പുതിയ സംരംഭങ്ങളൊന്നും തുടങ്ങാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പറയാനുണ്ട്. അപ്പോൾ 27 നക്ഷത്രക്കാരുടെയും ഈ ഗുരുമംഗല യോഗം കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബർ ചെയ്യുക. പുതിയ വീഡിയോയുമായി വരുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് അതിൻ്റെ വീഡിയോ കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ വരിക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയാം. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും നല്ലത് വരട്ടെ, ഗുരുമംഗള അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. ശംഭോ മഹാദേവ.